ശരിക്കും ഞങ്ങളുടെ ഒരു സൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലത്തെ ഒരു കുർബാനയോട് കൂടിയാട്ടോ. അപ്പോൾ പള്ളി പോയില്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ എന്തോ ഒന്നിനും ഉപകാരപ്പെട്ടില്ല എന്നൊരു തോന്നലാ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോയില്ലെങ്കിൽ, പണ്ടൊക്കെ ഞാൻ ലീവ് എടുക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോടെ എടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുറ്റബോധം വരാൻ തുടങ്ങും, അയ്യോ പോയില്ലല്ലോ എന്ന്. അതുപോലെയാണ് ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. പിന്നെ പള്ളിയിലൊക്കെ പോകുമ്പോൾ പൊതുവേ ഈ വൈറ്റ് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളുടെ സൺഡേ ഫുള്ള് ഒരേപോലെയാണ്. പള്ളിയിൽ പോകുമ്പോൾ അഞ്ചേച്ചീനെയും ചേട്ടനെയും അമ്മൂനെയും കിട്ടും. അമ്മു വേദപാഠം കഴിഞ്ഞ് വരും. ഇവിടുന്ന് ഞങ്ങൾ നേരെ വിലങ്ങി പോകും. അതായത് ഞങ്ങളുടെ വീട്. അവിടെ പോയി പപ്പയും മമ്മയും കണ്ട് അവരുടെ കൂടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് തിരിച്ചു പോരും. അവർ ഞങ്ങൾ ഇവിടെ കൊണ്ടേ വിടും, എന്നിട്ട് അവർ തിരിച്ചു പോകും. ഇതാണ് ഞങ്ങളുടെ എപ്പോഴും ഉള്ളൊരു സൺഡേ. ഇവിടെ മൂത്രം ഒഴിക്കാത്തതുകൊണ്ട് കത്രിയുടെ പടം വെച്ചേക്കാം, മൂത്രം വെച്ച് വെട്ടിക്കളയുന്നു. ഇന്നത്തെ സൺഡേക്കും പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല. ഞങ്ങൾ പള്ളി കഴിഞ്ഞ് എത്തി. അമ്മൂനെയും കൂട്ടി ഇനിയിപ്പോൾ വിലങ്ങിലേക്ക് പോവുകയാണ്, മമ്മീനെയും പപ്പയും കാണാൻ വേണ്ടി. ഇവർ വരുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് പോവാറുള്ളൂ. പാച്ചുവിനെ വെച്ച് ബൈക്കിലൊന്നും ഇപ്പോൾ നല്ല മഴയുള്ള ടൈമും കൂടെയല്ലേ, അങ്ങനെ പോവാറില്ല. ഞങ്ങൾ ഇവരെ കാത്തിങ്ങനെ ഇരിക്കും. അമ്മ സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങുന്നത് തന്നെ ഇപ്പോൾ പാച്ചു വന്നേ പിന്നെയാണ്. അങ്ങനെ അവൾക്ക് അങ്ങനെ എടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അമ്മു പുലിയാണ്. അമ്മു പാച്ചുവിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തോളും. അവളെ ഏൽപ്പിക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. പിന്നെ അവൾ മടുക്കുമ്പോൾ ഞാൻ പറയും നിന്നെ ഈ സമയത്ത് എന്തോരം എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും നന്ദിയുണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാലും എടുത്തോളും. പൊതുവേ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ സൺഡേ. പുറത്തോട്ടൊന്നും പോകാറില്ല. കാരണം തിങ്കളാഴ്ച മുതൽ പിന്നെയും ജോലിക്ക് പോകണം. അപ്പോൾ ഒരു വിഷമമാണ്, സൺഡേ തീരാറായാലോ അങ്ങനെ ഓർക്കുമ്പോൾ വിഷമം. പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ ദിവസം തീരുമല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ പള്ളിയിൽ പോകലും വീട്ടിൽ പോകലും അതൊരു പുറത്തു പോകലായിട്ട് കരുതിയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവരൊക്കെ ഉള്ളപ്പോഴാണ് ഈ പാച്ചുവിനെ ഒന്ന് കൈമാറ്റി പിടിക്കാനൊക്കെ. ഈ സമയത്തൊന്നും ഞാൻ തൊടത്തേ ഇല്ല കേട്ടോ. കാരണം അല്ലാത്ത ദിവസം സമയത്ത് ഫുള്ളും ഞാൻ തന്നെ എടുക്കുന്നത്. ഇവനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും ഇഷ്ടമല്ല ഇരിക്കാനൊന്നും. ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒക്കത്ത് തന്നെ കയറി ഇരിക്കണം. അങ്ങനെ ഇന്ന് അവൻ ചെയ്തോളും. എന്നാൽ അടങ്ങി അവിടെ ഇരിക്കുമോ അതുമില്ല, അവൻ എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനത്തെ ഒരു സ്വഭാവം. പിന്നെന്താ, ഞങ്ങൾ തിരിച്ചു പോന്നു. അവർ വീട്ടിലോട്ട് പോയി. നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോഴാണ് ദൃശ്യം 3 തന്നെ ഒന്ന് കാണുന്നത്. അതായത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് കാണാനുള്ളൊരു സമയം തന്നെ കിട്ടിയത്.